ഹലോ ഫ്രണ്ട്സ്, മോഷൻ ഇൻ എ പ്ലെയിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിലാണെങ്കിൽ വെക്ടേഴ്സിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചു. വെക്ടേഴ്സിൽ ഇനി ചോദിക്കുവാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടതുമായ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഏകദേശം 3 വീഡിയോയിലായിട്ട് വെക്ടേഴ്സിനെ പറ്റി നമ്മൾ മാത്രം പഠിച്ചു. അതിനുശേഷമാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയെ പറ്റി പഠിച്ചു. റിലേറ്റീവ് വെലോസിറ്റിയെ പറ്റി വിശദമായിട്ട്, അതായത് നീറ്റ് എക്സാമിനേഷന് ചോദിക്കുവാൻ സാധ്യതയുള്ള സകല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. നമ്മുടെ പുതിയ ടോപ്പിക്കാണ് മോഷൻ ഇൻ എ പ്ലെയിൻ കോൺസെപ്റ്റ് ബിൽഡർ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കോർ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാപ്റ്റർ എന്താണെന്ന് ഫീൽ ചെയ്യിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്ക് ചെയ്യാൻ പോണത്. സോ നമുക്ക് തുടങ്ങാം. മോഷൻ ഇൻ എ പ്ലെയിൻ കോൺസെപ്റ്റ് ബിൽഡേഴ്സ്. ഓക്കെ, എന്താണ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, ശരിയല്ലേ? 2 ആക്സിസിന് ഇടയിലുള്ള എക്സും വൈ എന്നല്ല, എക്സ് ആയിരിക്കാം വൈ ആവാം, അല്ലെങ്കിൽ എക്സ് ആയിരിക്കാം ഇസഡ് ആയിരിക്കാം, വൈ ആയിരിക്കാം ഇസഡ് ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും 2 ആക്സിസിന് ഇടയിലുള്ള ഈ ഏരിയ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ പ്ലെയിനിലുള്ള മോഷൻ പറയുമ്പോൾ എക്സ് ആക്സിസിലുള്ള മോഷനെ പറ്റി പറയണം, അതുപോലെ വൈ ആക്സിലുള്ള മോഷനെ പറ്റി പറയണം. ഒരിക്കലും പ്ലെയിൻ ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഇല്ല. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോഡി ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. നിങ്ങൾ പറയും സാർ ഇത് പ്ലെയിനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. കറക്റ്റാണ്, പ്ലെയിനിലൂടെയാണ് ഈ ബോഡി മൂവ് ചെയ്തത്. പക്ഷേ പ്ലെയിനിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഇവിടെ പറയാനില്ല. ഈ ബോഡി ഏതൊക്കെ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു? എക്സ് കോർഡിനേറ്റും ചേഞ്ച് ചെയ്തു, വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്തു. അത് എക്സ് ആക്സിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, വൈ ആക്സിലും മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 വ്യത്യസ്തങ്ങളായ 1 ഡയമെൻഷൻ മോഷൻ കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? എക്സ് ആക്സിൽ 1 ഡയമെൻഷൻ മോഷൻ ഉണ്ടായി, കണ്ടോ, എക്സ് ആക്സിലെ കോർഡിനേറ്റ് എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്തു. വൈ ആക്സിൽ എന്ത് ചെയ്ത് ഒരു 1 ഡയമെൻഷൻ മോഷൻ ഉണ്ടായി. മനസ്സിലാവുണ്ടോ? സോ എക്സ് ആക്സിൽ 1 ഡയമെൻഷൻ മോഷൻ ഉണ്ടായി, വൈ ആക്സിലും എന്ത് ചെയ്ത് ഒരു 1 ഡയമെൻഷൻ മോഷൻ ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നോക്ക്, ഞാൻ ഗ്രാഫ് കുറച്ചുകൂടെ മനോഹരമായി ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീൽ കുറച്ചുകൂടെ നന്നായി കിട്ടും. ബോഡി ഇവിടെ നിന്നും ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ് കുഞ്ഞുങ്ങളെ, കണ്ടോ, ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതെന്ത് മോഷനാണ്? നിങ്ങൾ പറയും സാർ ഇത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്, ഇത് പ്ലെയിനുള്ളൊരു മോഷനാണ്. ഞാൻ പറയും ശരിയാണ്, ഇത് പ്ലെയിനുള്ള മോഷനാണ്. ഇവിടെ ആണെങ്കിൽ കോർഡിനേറ്റ് വിചാരിച്ചു 1 1 ആണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു, അത് 3 1 ആയിട്ട് മാറി, 3 2 ആയിട്ട് മാറി. ഇവിടെ ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്തു, അത് 5 3 ആയിട്ട് മാറി. ഇവിടെ ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്തു, അത് 6 9 ആയിട്ട് മാറി. കണ്ടോ, ഇവിടെ ആര് ചേഞ്ച് ചെയ്യുന്നുണ്ട്? എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിലെ പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, വൈ ആക്സിലെ പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? അതായത് ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ മുറിച്ച് പറയാം, ഇത് 1 ഡയമെൻഷൻ മോഷൻ പ്ലസ് 1 ഡയമെൻഷൻ മോഷനാണ്. ഈ 2 1 ഡയമെൻഷൻ നമുക്ക് എക്സ് ആക്സിൽ മോഷൻ ഉണ്ട്, വൈ ആക്സിൽ ഒരു മോഷൻ ഉണ്ട്. ഈ 2 മോഷൻ്റെ കോമ്പിനേഷനാണ് 2 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഞാൻ വെക്ടേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു തന്നതാണ്. ഇനി നിങ്ങൾ മറന്നുപോയെങ്കിൽ കൂടി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ, 2 ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണത്? 2 1 ഡയമെൻഷൻ മോഷൻ്റെ കോമ്പിനേഷനാണ് 2 ഡയമെൻഷൻ മോഷൻ. മനസ്സിലാവുണ്ടോ? 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 1 ഡയമെൻഷണൽ മോഷനുകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 2 ഡയമെൻഷണൽ മോഷൻ ഉണ്ടാകുന്നത്. അവിടെ എക്സ് കോർഡിനേറ്റും ചേഞ്ച് ചെയ്യും, വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യും. എക്സ് കോർഡിനേറ്റിൽ വെലോസിറ്റി ഉണ്ടാവും, വൈ കോർഡിനേറ്റിൽ വെലോസിറ്റി ഉണ്ടാവും. ചിലപ്പോൾ എക്സ് കോർഡിനേറ്റ് ആക്സിലറേഷൻ കാണും, വൈ കോർഡിനേറ്റ് യൂണിഫോം മോഷൻ ആയിരിക്കും. അങ്ങനെ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും മോഷൻ സംഭവിക്കുന്നതിൻ്റെ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോഷൻ ഇൻ എ പ്ലെയിൻ, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ എക്സ് ആക്സിലാണെങ്കിൽ യൂണിഫോം മോഷൻ ആയിരിക്കും, പക്ഷേ വൈ ആക്സിലാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആവാം. എക്സ് ആക്സിലാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആവാം, വൈ ആക്സിലാണെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആവാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ എന്താണ്? 2 1 ഡയമെൻഷൻ മോഷൻ കൂടിച്ചേരുകയാണ്. ഈ മോഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ യാതൊരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യാത്ത 2 മോഷൻ്റെ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫീൽ കിട്ടി കാണത്തില്ല. ഈ ഫീൽ കിട്ടണമെങ്കിൽ കൂടുതൽ കോൺസെപ്റ്റിലേക്കും കൂടുതൽ പ്രോബ്ലംസിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി ഉറപ്പിക്കുന്നു. എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 1 ഡയമെൻഷണൽ മോഷൻ കൂടിച്ചേരുന്നതാണെന്ന് ഫീൽ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലേ? ഇനി നമുക്ക് കോൺസെപ്റ്റിലേക്ക് പോകാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തതിന് അനുസരിച്ചാണെങ്കിൽ കൂടുതൽ കോൺസെപ്റ്റ് മനസ്സിലാവും. അതിനനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം കൂടുതൽ തറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം.
നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ വെക്റ്റർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 5t². ഓക്കെ, നമുക്ക് എഴുതാം വെക്റ്റർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 5t² i cap. ഇതിന്റെ മീനിങ് എന്താണ്? ഇത് എക്സ് കോർഡിനേറ്റ് ആണ്, ശരിയല്ലേ? ഇത് പൊസിഷൻ ആണ്, ഇതെന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. ഈ 5t² എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. ആ കോർഡിനേറ്റ് സമയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്യുകയാണ്? സമയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇനി ആര് മാറുന്നുണ്ട്? വൈ കോർഡിനേറ്റ് മാറുന്നുണ്ട്. നോക്കി 6tj². കണ്ടോ, ഇത് വൈ കോർഡിനേറ്റ് ആണ്. സമയം മാറുന്നതനുസരിച്ച് വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അത് അടുത്തെന്താണ്? 7k². അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം അവിടെ ടി ഉണ്ടോ? ഇല്ല. സമയം മാറുന്നതനുസരിച്ച് ഇതിന് മാറ്റമില്ല, ഇസഡ് കോർഡിനേറ്റിന് മാറ്റമില്ല. പിന്നെ ആരൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സ് കോർഡിനേറ്റും ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇവിടെയാണെങ്കിൽ രണ്ട് കോർഡിനേറ്റ്സിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ് കോർഡിനേറ്റും മാറുന്നുണ്ട്, വൈ കോർഡിനേറ്റും മാറുന്നുണ്ട്. സോ ഞാൻ പറയും ഇത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. രണ്ട് കോർഡിനേറ്റ്സ് ചേഞ്ച് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഇവിടെയാണെങ്കിൽ ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? എക്സ് കോർഡിനേറ്റ് ആണ്. ജെ ക്യാപ്പിന്റെ കോർഡിനേറ്റ് ആരാണ്? അത് വൈ കോർഡിനേറ്റ് ആണ്. കെ ക്യാപ്പിന്റെ ഈ കോഎഫിഷ്യന്റ് ആരാണ്? അതെന്ന് പറഞ്ഞാൽ ഇസഡ് കോർഡിനേറ്റ് ആണ്. സോ ഈ കോർഡിനേറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സമയം മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടിക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, വൈൻ്റെയും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഇക്വേഷന്റെ മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ല, ഇത് വെക്റ്റർ ഫോമിൽ എഴുതിയേ ഉള്ളൂ. ഇത് വെക്റ്റർ ഫോമിൽ കോർഡിനേറ്റ് സിസ്റ്റത്തെ വെക്റ്റർ ഫോമിൽ എഴുതി. നിങ്ങൾക്ക് ഓൾറെഡി എഴുതാൻ അറിയാം ഇല്ലേ? കോർഡിനേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ വെക്റ്റർ ഫോമിൽ എഴുതാൻ അറിയാം. അവിടെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കണ്ടത് ടീനെ കണ്ടു. അതിൻ്റെ മീനിങ് എന്താണ്? സമയം മാറുന്ന അനുസരിച്ച് കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി നമുക്ക്. ഓക്കെ, അത്രയും മീറ്റർ ആണ്. ഓക്കെ, അത്രയും മീറ്റർ ആണ്. ദെൻ ഫൈൻഡ് ദ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കണേ? വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയും സാർ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഞാൻ പറയും ശരിയാണ്. പൊസിഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. നമ്മൾ പഠിച്ചതാണ്. സോ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആണ്. സോ ഡിഫറൻഷ്യേറ്റ് നമുക്കറിയത്തില്ലേ? നമുക്കറിയാം. എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ടിയുടെ പവർ എത്രയാണ്? 2 ആണ്. ആ 2 കൊണ്ട് എന്ത് ചെയ്യണം? 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ പവർ കൊണ്ട് കോഎഫിഷ്യന്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് കിട്ടും 10 എന്ന് കിട്ടും. ഇനി പവറിൻ്റെ കൂടെ ഒന്നും കൂടെ കുറച്ച് പറയണം. എത്ര കിട്ടും? t⁻²2 ആണ്. ഒന്നുകൂടെ കുറയുമ്പോൾ ടി കിട്ടും. മനസ്സിലായോ? സോ പവർ കൊണ്ട് കോഎഫിഷ്യന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ പവറിൽ നിന്നും ഒന്ന് കുറച്ച് പറയുക. സോ ഇത് കഴിഞ്ഞു. അതിൻ്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? സോറി, അതിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? അതിൻ്റെ യൂണിറ്റ് വെക്ടർ എത്രയാണ്? ഐ ആണ്, ഐ ക്യാപ്പ് ആണ്. ഓക്കെ, പ്ലസ് ഇവിടെയാണെങ്കിലോ പവർ എത്രയാണ്? 1 ആണ്. സോ 1 × 6 6 ആണ്. ഇനി ടീൻ്റെ പവർ 1 ആയിരുന്നു. ഒന്നും കൂടെ കുറച്ച് പറയണം. സോ 1 - 1 എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. t⁻0 1 ആണ്. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. ജെ ക്യാപ്പ് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഉണ്ടോ? അവിടെ ടൈം വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൻസർ ആയിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ നമുക്ക് ആൻസർ കിട്ടി 10t i cap + 6j cap. സോ ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? വെലോസിറ്റി വെക്ടറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ 2 സെക്കൻഡ്. 2 സെക്കൻഡിലെ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. സോ വെലോസിറ്റി വെക്ടർ അറ്റ് 2 സെക്കൻഡ്. സോ എന്ത് ചെയ്യണം? ഈ ടിക്ക് 2 ഇട്ട് കൊടുക്കണം. സോ ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡിലെ വെലോസിറ്റി കിട്ടും. 3 ഇട്ട് കൊടുത്താൽ 3 സെക്കൻഡിലെ വെലോസിറ്റി കിട്ടും. സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കിട്ടുന്നത്. നോക്ക്, ഇത് ആരുടെ ഇക്വേഷൻ ആണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി 2 തരത്തിലുണ്ട്. ശ്രദ്ധിക്കണം, ഇതൊക്കെ പണ്ട് പഠിച്ചതാണ്. ഈ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും കളഞ്ഞു പോകരുത്. നമ്മളെ കൈമോശം ഒന്നും പോകരുത്. അതൊക്കെ ചേർത്ത് വെക്കണം. ഈ കോൺസെപ്റ്റ് എല്ലാം ചേർത്ത് വെക്കണം, റിവൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വെലോസിറ്റി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ ആവറേജ് വെലോസിറ്റി ഉണ്ട്. ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കണേ? ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ടൈം. സോ ഇതെന്താണ്? ആവറേജ് വെലോസിറ്റി ആണ്. അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ 2 പൊസിഷൻ തന്നു കഴിഞ്ഞാൽ അവയ്ക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് പിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ് അവയ്ക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി ഡിവൈഡ് ബൈ ടൈം. സോ ഇതാണ് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? വി ഇൻസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ dr ഡിവൈഡ് ബൈ dt. സോ ആരെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം?
പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി എന്താണ്? ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ആണ്. സോ ഇത് ആര് ഇക്വേഷൻ ആണ്? ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ഇക്വേഷൻ ആണ്. ഇവിടെ ടിക്ക് നിങ്ങൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചും ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി കിട്ടും. നോക്ക്, ആ ഇൻസ്റ്റന്റ് വെലോസിറ്റി എത്രയാണ്? 2 ഇട്ട് കൊടുക്കുക, 10 × 2 i ക്യാപ് പ്ലസ് ഇവിടെ ടി ഇട്ട് കൊടുക്കാൻ ഒന്നും തന്നെ ഇല്ല, 6 മാത്രമേ ഉള്ളൂ, 6 j ക്യാപ് വിച്ച് ഈസ് ഈക്വൽ നമുക്ക് കിട്ടും 20 i ക്യാപ് പ്ലസ് 6 j ക്യാപ്. കണ്ടോ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വെലോസിറ്റി ഡയറക്ഷൻ വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഡയറക്ഷൻ എന്ന് പറയാം. നോക്ക്, നമുക്ക് ഈ വെലോസിറ്റി വരയ്ക്കാമല്ലോ. 20 i ക്യാപ്. നിങ്ങൾ എങ്ങനെ പറയും? സർ 20 i ക്യാപ് ഞങ്ങൾക്കറിയാം 20 m/s ഇങ്ങോട്ട് ആക്ട് ചെയ്യും, എക്സ് ആക്സിലേക്ക് ആക്ട് ചെയ്യും. ഞാൻ പറയും കറക്റ്റ് ആണ്. എന്താണ് കുഞ്ഞുങ്ങളെ 6 j ക്യാപ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറയും സർ വൈ ആക്സിലേക്കാണെങ്കിൽ അത് 6 m/s ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് വെലോസിറ്റിയുടെ വെക്ടർ അഡീഷൻ ആണ്, കോമ്പിനേഷൻ ആണ്. ഈ രണ്ട് വെലോസിറ്റികളുടെ വെക്ടർ അഡീഷൻ ആണ്. സോ എന്താണ്? വെക്ടർ അഡീഷൻ ആണ്. സോ ഇതാണ് സർ 20 i ക്യാപ് പ്ലസ് 6 j ക്യാപ് എന്ന് പറയുന്നത്. ഞാൻ പറയും കറക്റ്റ് ആണ്, ഇതാണ് ശരിയായ സംഭവം. ഇനി ഡയറക്ഷൻ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ പറയും സാർ ഹൊറിസോണ്ടലിൽ നിന്നും ഇത്രയും ആംഗിൾ ചരിഞ്ഞാണ് നിൽക്കുന്നത്. എത്ര ആംഗിളാണ്? തീറ്റ ആംഗിൾ ചരിഞ്ഞാണ് നിൽക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറയും കുഞ്ഞുങ്ങളെ ടാൻ തീറ്റ എടുത്ത് നോക്ക്. ഓപ്പോസിറ്റ് സൈഡ് 6 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 20. സോ നമുക്ക് ഈസി ആയിട്ട് ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റി ഓഫ് മാഗ്നിറ്റ്യൂഡ് അറ്റ് 2 സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു √20² പ്ലസ് 6 നമുക്ക് ആരെ കിട്ടും? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടും. സോ വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. സോ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞു, ഒരു പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞു. നമുക്ക് മനസ്സിലായി സമയം മാറുന്നതനുസരിച്ച് ആർക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബോഡി 1 ഡയമെൻഷണൽ മോഷനിലല്ല, 2 ഡയമെൻഷണൽ മോഷനാണ്. കാരണം 2 കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ബോഡി 2 ഡയമെൻഷണൽ മോഷനിലാണ്. ഓക്കെ, ബോഡി 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി പിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് കിട്ടും ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ഇക്വേഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് ഏത് ടൈം ഇട്ട് കൊടുക്കാം, ആ സമയത്തുള്ള വെലോസിറ്റി കിട്ടും. കണ്ടോ, ഏത് സമയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള വെലോസിറ്റി കിട്ടും. സോ വെലോസിറ്റികളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഡയറക്ഷൻ പിടിക്കാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പിടിക്കാം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ശരിയല്ലേ? ഇത് വളരെ സിമ്പിളായ ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള മറ്റു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് സ്പീഡ് 5 m/s അലോങ് സൗത്ത്. സോ സൗത്തിലേക്ക്, സൗത്ത് ഈസ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് നോക്കണം. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതൊക്കെ നമുക്കറിയാം. സോ പാർട്ടിക്കിൾ എന്ത് ചെയ്യുകയാണ്? സൗത്തിലേക്ക് മൂവ് ചെയ്യാണ് അല്ലേ? എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് 5 m/s അലോങ് സൗത്ത്. സോ സൗത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. എത്ര സ്പീഡാണ്? അത് 5 m/s ആണ്. സോ 5 എന്താണ്? താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ പറയും -5 ആണ്. എന്താണ്? -y ആക്സിലേക്കാണ്. സോ നമ്മൾ പറയും j ക്യാപ് ആണ്. അത്ര എന്താണ്? m/s ആണ്. ഓക്കെ, then it takes 90 turn towards east. പിന്നെ എന്ത് ചെയ്ത്? 90 ഡിഗ്രി കറങ്ങി എന്ത് ചെയ്ത്? ഈസ്റ്റിലോട്ട് പോയി. ഇതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്, ശരിയാണോ? സോ അങ്ങോട്ട് പോയി വിത്ത് സെയിം സ്പീഡ്, അതായത് മൈനസ് അല്ല, സോറി ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആണ് അല്ലേ? സോ പ്ലസ് 5 i ക്യാപ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസ് നമ്മൾ i ക്യാപ് ആണ് സൂചിപ്പിക്കേണ്ടത്. സോ പ്ലസ് 5 i ക്യാപ് m/s. ഓക്കെ, then its change in velocity will be, ഇതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 0 എന്ന് പറഞ്ഞു കളയരുത്. സാർ ഇതും 5 ആണ്, ഇതും 5 ആണ്, 0 അല്ലേ എന്ന് പറഞ്ഞു കളയരുത്. 0 ആണോ? അല്ല, ഡയറക്ഷൻ വ്യത്യസ്തമാണ്. നമുക്ക് ഈ വെലോസിറ്റിയും വ്യത്യസ്തമായ വെലോസിറ്റിയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്നല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരിക്കലും 0 എന്ന് പറഞ്ഞു കളയരുത്. നമുക്ക് നോക്കാം എന്താണ് നോക്കാം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയും ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഞാൻ പറയും കറക്റ്റ് ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ വെലോസിറ്റി ഏതാണ്? ഇതിലെ ഈ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനത്തെ വെലോസിറ്റി ഇത് കിട്ടും. ഇതാണ് അവസാനത്തെ വെലോസിറ്റി. നിങ്ങൾ പറയും 5 i ക്യാപ് ആണ് സാർ എന്ന് പറയും. ഞാൻ പറയും ശരിയാണ്, 5 i ക്യാപ് ആണ് ഫൈനൽ വെലോസിറ്റി. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി -5 j ക്യാപ് ആണ്. സോ -5 j ക്യാപ് ആണ്. അങ്ങനെയെങ്കിൽ ഈ മൈനസും പ്ലസ് ആയിട്ട് മാറും. നമുക്ക് കിട്ടും 5 i ക്യാപ് പ്ലസ് 5 j ക്യാപ് ആണ് എന്ത്? അത്രയും m/s ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ഇതിന് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്?
സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 5 പുറത്തെടുത്ത് കഴിഞ്ഞാൽ √2. ശരിയാണോ? സോ 5√2 നമുക്ക് എത്രയും കിട്ടി? അത്രയും m/s കിട്ടി. ഓക്കെ, ഇനിയാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. എന്താണ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഡിഫറൻസ് ആണ്. രണ്ട് വെക്ടേഴ്സിന് ഡിഫറൻസിൻ്റെ കണ്ടുപിടിക്കണം, രണ്ട് വെക്ടേഴ്സിന് ഡിഫറൻസ് കണ്ടുപിടിക്കണം, സബ്ട്രാക്ട് ചെയ്യണം. സോ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കണ്ടോ, വിൻ്റെയും നോക്ക്, ഇതും വി ആണ്, ഇതും വി ആണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അത് 5 തന്നെയാണ്. അതിൻ്റെ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞേ 2v sin θ/2 പഠിച്ചിട്ടുണ്ടോ? സിമ്പിൾ അല്ലേ ഇക്വേഷൻ? 2v sin θ/2. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സ്, അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. കണ്ടോ, രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സ്, അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. സബ്ട്രാക്ട് ചെയ്ത വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഇക്വേഷൻ ആണിത്. സോ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5 ആണ്. ഇൻറ്റു സൈൻ θ/2 ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതിൻ്റെ പകുതി 45. ഏതാണ് സൈൻ 45? 1/√2 ആണ്. സോ പറയും വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 1/√2. നമുക്ക് വേണമെങ്കിൽ ഈ 2നെ ഇങ്ങനെ എഴുതി കൂടെ? √2 ഇൻറ്റു √2 ഒരു √2ഉം ഈ √2 എന്ത് ചെയ്ത് ക്യാൻസലായി. നമുക്ക് ആൻസർ കിട്ടും 5√2. ഓക്കെ, സെയിം ആൻസർ കിട്ടി. എളുപ്പമല്ലേ? സെയിം ആൻസർ കിട്ടി. ആക്ച്വലി ഈ ഇക്വേഷൻ എവിടുന്നാണ് വന്നേ? നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഈ ഇക്വേഷൻ എവിടുന്നാണ് വന്നേ? രണ്ട് വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുകയാണ്. രണ്ട് വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ള ഷോർട്ട് കട്ടാണിത്. ആ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് പറഞ്ഞു തന്നെയാണ്, മറന്നു പോയിട്ടുണ്ടോ? ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലെങ്കിലോ? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ല, രണ്ട് വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്, അവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. വെക്ടർ എ മൈനസ് വെക്ടർ ബി, രണ്ട് വെക്ടർ ഉണ്ട് കണ്ടോ, രണ്ട് വ്യത്യസ്തമായ വെക്ടറാണ്. അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. √(a² + b² - 2ab cos θ. കണ്ടോ, അപ്പോൾ വെക്ടറിൻ്റെ സബ്ട്രാക്ട് ചെയ്യാനുള്ള മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് കണ്ടുപിടിക്കാം. ധാരാളം മെത്തേഡുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ മെത്തേഡ് എല്ലാം പരിചയമുണ്ട്. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോയിലും പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. കണ്ടോ, ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ് വിത്ത് യൂണിഫോം സ്പീഡ്. സ്പീഡ് എത്രയാണ്? v ആണ്. നമുക്ക് v വരച്ച് നോക്കാം. v എങ്ങനെയാണ് വരയ്ക്കുന്നേ? കുഞ്ഞുങ്ങളെ, v നമുക്കറിയാം, ഒരു സർക്കിളിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യലായിരിക്കും. സോ ഈ പോയിന്റിലെ വെലോസിറ്റി വരയ്ക്കണമെങ്കിൽ ആ പോയിന്റ് ടാൻജൻ്റായിട്ട് വരയ്ക്കണം. ഉണ്ടോ, ഇവിടെയാണ് ഇവിടുത്തെ വെലോസിറ്റി. ബോഡി ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. കാരണം എന്താണ്? ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു ഫാൻ ഉണ്ട്. ഇത് ഫാനാണ്. ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫാൻ അനങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഫാനിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു. ഉണ്ടോ, ഞാൻ കുറച്ച് വെള്ളം തളിച്ചു, കുറച്ച് ഡ്രോപ്സ് ഇവിടെ എല്ലാം ഉണ്ട്, വാട്ടർ ഡ്രോപ്സ് ഇവിടെ എല്ലാം ഉണ്ട്. ഇനി ഫാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഡ്രോപ്പ് എങ്ങോട്ട് തെറിച്ചു പോകും? നിങ്ങൾക്ക് പറയും, സാർ ഇങ്ങനെ തെറിച്ചു പോകും, ഇത് ഇങ്ങനെ തെറിച്ചു പോകും, ഇങ്ങനെ തെറിച്ചു പോകും, ഇങ്ങനെ തെറിച്ചു പോകും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ബോൾ എടുക്കാൻ പോവുകയാണ്. ബോളിനെ എടുത്ത് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് ബോളിനെ സ്പിൻ ചെയ്യിക്കാൻ പോവുക. അപ്പോൾ വെള്ളത്തുള്ളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ടാൻജൻഷ്യലായിട്ടല്ലേ കുഞ്ഞുങ്ങളെ തെറിച്ചു പോണത്. സോ ഓരോ പോയിന്റിലും വെലോസിറ്റി എങ്ങനെയായിരിക്കും? ആ പോയിന്റ് ടാൻജൻഷ്യലായിരിക്കും. ഉണ്ടോ, ടാൻജൻഷ്യലായിരിക്കും. ഉണ്ടോ, ഇങ്ങനെയായിരിക്കും. സോ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. അല്ല, തിരിച്ചാണ് കറങ്ങുന്നതെങ്കിലോ നിങ്ങൾ തിരിച്ച് വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റാണ്. സോ എൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? അത് v ആണ്. അടുത്ത വെലോസിറ്റി വരയ്ക്കാം.
ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതും v ആണ്. ഈ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതും v ആണ്. ഈ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതും v ആണ്. മനസ്സിലായോ? സോ ഈ വെലോസിറ്റി എല്ലാം ഈക്വൽ ആണോ? അല്ല. ഇതിന് ഡയറക്ഷനൊക്കെ വ്യത്യസ്തമാണ്. ഈ വെലോസിറ്റിയും ഈ വെലോസിറ്റിയും ഈക്വൽ ആണോ? ഒരിക്കലുമല്ല. പക്ഷേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഈ രണ്ട് വെലോസിറ്റികൾ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും ഈക്വൽ ആവണം, മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആകണം. പക്ഷേ ഇവിടെ എന്ത് മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ, ഡയറക്ഷൻ ഈക്വൽ അല്ല. സോ ഞാൻ പറയും ഈ രണ്ട് വെലോസിറ്റികൾ എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. നോക്ക്, then find the magnitude of change in velocity. Find the magnitude of change in velocity when the particle moves from A to B. A തൊട്ട് B വരെ സഞ്ചരിക്കുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കാം നമുക്ക്. സോ 1 എന്താണ്? A to B. A to B. സോ എയിൽ ഇതാണ് വെലോസിറ്റി, ബിയിൽ ഇങ്ങനെയാണ് വെലോസിറ്റി. നമുക്ക് ഈ വെക്ടറും ഈ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഞാനോട് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ഈ വെക്ടറും കൂടെ എടുത്തു, കണ്ടോ? വി. ഈ വെക്ടർ ഇവിടെ കൊണ്ടുവച്ചു. ഈ വെക്ടർ ഇവിടെ കൊണ്ടുവച്ചു, കണ്ടോ? സോ ഇതും വി ആണ്, ഇതും വി ആണ്. തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇത്ര മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അവിടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കും 2v sin θ/2 ഉപയോഗിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 2v ഇൻറ്റു സൈൻ തീറ്റ എത്ര കുഞ്ഞുങ്ങളെ? 90 ആണ്. ഡിവൈഡ് ബൈ 2 സൈൻ 45 എത്ര കിട്ടും? നിങ്ങൾക്ക് കിട്ടും 2v സൈൻ 45 ആണ് 1/√2. സോ ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ഈ 2ന് പകരം പറയാം √2 ഇൻറ്റു √2, √2 ഇൻറ്റു √2 എന്ന് പറയാം. സോ ഒരു √2ഉം ഒരു √2ഉം ക്യാൻസലായി. നമുക്ക് വീണ്ടും ആൻസർ കിട്ടും v√2, അല്ലെ √2v എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ സ്വന്തമായിട്ട് പറഞ്ഞു തന്നെ. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. എത്രയാണ്? v√2 എന്ന് ആൻസർ കിട്ടി. അങ്ങനെയെങ്കിൽ സ്വന്തമായി പറഞ്ഞു തന്നെ A to C, AC ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. സോ A to C അതിന് പറഞ്ഞു തന്നെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു തന്നെ. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മാഗ്നിറ്റ്യൂഡ് A to Cൻ്റെ? സോ സെയിം ഇക്വേഷൻ ആണല്ലേ? സെയിം ഇക്വേഷൻ ആണ്. സോ A to C ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 2v sin θ/2 which is equal to 2v sin. ഇനി എന്താണ് തീറ്റ നോക്കാം നമുക്ക്. സോ ഇവിടെയാണെങ്കിൽ ഈ കേസിലാണെങ്കിൽ ഇതായിരുന്നു എ എന്ന് പറയേണ്ടത്, ഇതായിരുന്നു ബി എന്ന് പറയേണ്ടത്. സോ എ വെക്ടർ ഇങ്ങോട്ടാണെങ്കിൽ ബി വെക്ടർ ഇങ്ങനെയാണ്. നമുക്ക് എ വെക്ടർ അങ്ങോട്ടാണ്, ബി വെക്ടർ ഇങ്ങോട്ടാണ്. അല്ലെങ്കിൽ എ വെക്ടർ ഇങ്ങോട്ടാണ്, മറ്റേ വെക്ടർ സി വെക്ടർ ഇങ്ങോട്ടാണ്. അതായത് ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? 180 ഡിഗ്രി. കണ്ടോ? ആൻറ്റി പാരലൽ, ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. എന്തായിരിക്കും അവയുടെ ആംഗിൾ? എത്രയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെ 180 ഡിഗ്രിയാണ് നിങ്ങൾ പറയും സാർ ഇത് 180 ഡിഗ്രിയാണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ 180 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 90 കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2v sin 90. എന്താ കുഞ്ഞുങ്ങളെ sin 90 എന്ന് പറയുന്നത്? sin 91 ആണ്. സോ നമുക്ക് ആൻസർ കിട്ടും 2v. സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സ് അവയ്ക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ് എങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 2v ആയിരിക്കും. 0 എന്ന് പറയുമോ? നിങ്ങൾക്ക് തോന്നും സാറേ 0 അല്ലേന്ന് തോന്നും. 0 ആണോ? അല്ല. എത്രയാണ്? 180 ഡിഗ്രി. സോറി 2v ആണ്. സോ ആംഗിൾ 180 ആണെങ്കിൽ ആൻസർ 2v വരും. 0 ആവുമോ? ഇല്ല. സോ ഇങ്ങനെ പല ആൾക്കാർ 0 എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിടുന്നത്. ഓക്കെ. സോ ആൻസർ എത്രയാണ്? 2v. അടുത്തത് പറഞ്ഞു തന്നേ, 3 പറഞ്ഞു തന്നേ. A to D, A മുതൽ D വരെ. സോ ഇനിഷ്യൽ A ആണ്, ഫൈനൽ D ആണ്. അവയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ഇവയ്ക്കിടയുള്ള ആംഗിൾ എത്രയാണ്? ഇത് ഇനിഷ്യലാണ്, ഇത് ഫൈനലാണ്. നമുക്ക് വരയ്ക്കാം. ദാണ്ട് ഒരു വെക്ടർ ഇങ്ങനെ വരും. ഇത് എയിലെ വെക്ടറാണ് ഇങ്ങനെ വരുന്നത്, ഡിയിലെ വെക്ടർ ഇങ്ങനെ വരും. ഇവയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ സൈൻ 90 നമുക്കറിയാം.
ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു 2v സൈൻ 90/2. സോ ഇതിൻ്റെ ആൻസർ എത്ര വരും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണക്ക് v√2 എന്ന് വരും. സിമ്പിൾ അല്ലേ? സോ ആൻസർ എത്രയാണ്? v√2. അടുത്ത a to a. എയും എയും നമ്മൾ ആംഗിൾ എത്രയാണ്? 0 ആണ്. സോ എയും എയും നമ്മൾ ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. 0/2 എത്രയാണ്? 0 ആണ്. സൈൻ 0 എത്രയാണ്? 0 ആണ്. സോ ചേഞ്ച് എത്രയായിരിക്കും? ചേഞ്ച് 0 ആയിട്ട് മാറും. സോ ഒരു വെക്ടർ അതേ വെക്ടറുമായിട്ടുള്ള ചേഞ്ച് എത്രയായിട്ട് മാറും? ആ സമയത്ത് മാത്രമേ 0 ഉണ്ടാവുകയുള്ളൂ. ആംഗിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് കാണും? ചേഞ്ച് ഇൻ വെക്ടർ കാണും, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ വെക്ടർ കാണും. മനസ്സിലാവുണ്ടോ? സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകും. രണ്ട് വെക്ടർ തമ്മിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷേ അവയ്ക്കിടയിൽ ആംഗിൾ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ വാല്യൂ എന്തായിട്ട് 0 ആയിട്ട് മാറുമോ? ഇല്ല. സോ എപ്പോഴാണ് 0 ആയി മാറുന്നത്? ഒരു വെക്ടർ അതിൻ്റെ അതേ വെക്ടറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആൻസർ 0 ആവുകയുള്ളൂ. ഒരു വെക്ടർ സെയിം മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു വെക്ടർ ഉണ്ട്, അവയ്ക്കിടയിൽ ആംഗിൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറത്തില്ല? 0 ആയി മാറത്തില്ല. കോൺസെപ്റ്റാണ്. മനസ്സിലായോ? ഒരു മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ അതേ മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു വെക്ടർ, അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട്, ഞാൻ എന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ചേഞ്ച് എത്രയായിട്ട് മാറത്തില്ല? അതിൻ്റെ സബ്ട്രാക്ഷൻ എത്രയായിട്ട് മാറത്തില്ല? 0 ആയിട്ട് മാറത്തില്ല. ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു അല്ലേ? ഇത്തരം കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എഴുതി വെക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് നിങ്ങൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ പഠിച്ച ഞാൻ പറഞ്ഞു തന്ന കുറച്ച് ഇക്വേഷൻ നമുക്ക് റീകോൾ ചെയ്യാം. ആവശ്യമുണ്ട്. കാര്യം ഇത്തരം ഇക്വേഷൻസ് ആണെങ്കിൽ ഇനി വരുന്ന കോൺസെപ്റ്റിൽ കയറി വരും, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഇക്വേഷനെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. സോ വെലോസിറ്റി, ഞാൻ ആവറേജ് വെലോസിറ്റി ഇടാൻ പോവാണ്. വി ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ പറയുകയാണ് R2 മൈനസ് R1 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ പറയാം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ശരിയാണോ? ഇനിയാണെങ്കിൽ ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി ആണെങ്കിൽ വി ഇൻസ്റ്റൻറ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് dr അല്ലെങ്കിൽ dx അല്ലെങ്കിൽ ds ഡിവൈഡ് ബൈ dt ആണ്. ഇത് ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇതുപോലെ നമുക്ക് ആക്സലറേഷൻ പറയാം. ആവറേജ് ആക്സലറേഷൻ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ അതിനാവശ്യമായ സമയം, ചേഞ്ച് ഇൻ ടൈം. അല്ലെങ്കിൽ പറയാം v2 മൈനസ് v1 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ അനാവശ്യമായ സമയം, ടൈം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് ആക്സലറേഷനെ പറയാം. ഇനി ഇൻസ്റ്റൻറ്റീനിയസ് ആക്സലറേഷൻ ഇൻസ്റ്റൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം അത് dv ഡിവൈഡ് ബൈ dt ആണ്. വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ഇനി എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dr ഡിവൈഡ് ബൈ dt ആണ്. നമുക്ക് dr എന്നോ ds എന്നോ dx എന്നോ ഒക്കെ പറയാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ds ഡിവൈഡ് ബൈ dt, ഇങ്ങനെയും പറയാം. ഉണ്ടോ? ഈ 6 മെസ്സൊക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. r x s y l ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ h ഇതൊക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനിയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ വിയെ മാറ്റാൻ പോവുകയാണ്. ഞാൻ ഈ വിക്ക് പകരം ഞാൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ? അതായത് ds ഡിവൈഡ് ബൈ dt എന്ന് പറഞ്ഞുകൂടെ? പറയാം. അതായത് വെലോസിറ്റിയെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. മനസ്സിലാവുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. ഇത് പഠിച്ചതാണ് നമ്മൾ. സോ എനിക്ക് വേണമെങ്കിൽ ഈ വെലോസിറ്റി പകരം ഇങ്ങനെ പറയാം ഈ വെലോസിറ്റിക്ക് പകരം പറയാം ds ഡിവൈഡ് ബൈ dt. ശരിയാണോ? അതായത് വെലോസിറ്റിക്ക് പകരം എന്ത് പറഞ്ഞു? ds ഡിവൈഡ് ബൈ dt എന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാം d²s ഡിവൈഡ് ബൈ dt². ഈ ഒരു നൊട്ടേഷൻ കണ്ടാൽ മനസ്സിലാകണം, ഡിസ്പ്ലേസ്മെൻറ്റിനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു.
ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി കിട്ടും. വീണ്ടും ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആക്സിലറേഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡിഫറൻഷ്യൽ ചെയ്തു. അങ്ങനെ എഴുതി നിങ്ങൾ d²s/dt². അപ്പം ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കണ്ടോ, ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിസ്പ്ലേസ്മെന്റിനെ ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയെ വീണ്ടും ഞാൻ എന്ത് ചെയ്ത് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്ത് കിട്ടും? നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു d²s/dt². ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇതും ആര് ഇക്വേഷൻ ആണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആണ്. ഇനിയും മാറ്റാം വേണമെങ്കിൽ ഉണ്ടേ. ഈ എക്സ്പ്രഷനെ നമുക്കറിയാം dv/dt എന്താണ്? നിങ്ങൾ പറയും സാർ ഇത് നമുക്കറിയാം, അത് ആക്സിലറേഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ് കുഞ്ഞുങ്ങളെ, നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ മുകളിലും താഴെയും ഒരു ds ഉണ്ട്, ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. എന്താണ് കുഞ്ഞുങ്ങളെ ഈ ds/dt? നിങ്ങൾ പറയും സാർ ഇത് വെലോസിറ്റി ആണ്. സോ ഇത് വെലോസിറ്റി ആണ്. ഇനി മുകളിൽ ആരുണ്ട്? അത് dv ഉണ്ട്, താഴെ ആരുണ്ട്? ds ഉണ്ട്. സോ ഇതൊക്കെ ആരുടെ ഇക്വേഷൻ ആണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആണ്. സോ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? dv/dt ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ d²s/dt² ഇക്വേഷൻ ഉണ്ട്, അതുമല്ലെങ്കിൽ v × dv/ds ഇക്വേഷൻ ഉണ്ട്. ds എന്നോ dx എന്നോ ഒക്കെ പറയാം. ഇതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമേ അതിന് മീനിങ് ഉള്ളൂ. സോ വെലോസിറ്റി അതിന് ഡിഫറൻഷ്യൽ ചെയ്യുക എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആക്സിലറേഷൻ കിട്ടും. എന്ത് ആക്സിലറേഷൻ ആണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. സോ നമ്മൾ കുറേ ഇക്വേഷൻ പറഞ്ഞു അല്ലേ? ഏതൊക്കെ ഇക്വേഷൻ ആണ്? നമുക്ക് ഈ 2 ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. അതുപോലെ ഈ ഇക്വേഷൻ എന്താണ്? ആവറേജ് ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് ആവറേജ് ആക്സിലറേഷൻ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് ആവറേജ് ആക്സിലറേഷൻ. പേടിക്കണ്ട, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആവറേജ് ആക്സിലറേഷൻ ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാം. അതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ അതെന്താണ്? ആ ഒരു നിമിഷത്തെ ആക്സിലറേഷൻ ആണ്. അതായത് വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. അതിന് എത്ര ഇക്വേഷൻ ഉണ്ട്? വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം v × dv/ds. ഒരു മോഡിഫിക്കേഷൻ ഫോം ആണ് അല്ലേ? അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണോ? സോ നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻസ് ആണ്. ഞാൻ ഇക്വേഷൻസ് ഒന്ന് റീകോൾ ചെയ്തതാണ്, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് വേണ്ടിയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേർഡ്സ് ഈസ്റ്റ്. ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? ഈസ്റ്റിലേക്ക് പോവുകയാണ്. ഈസ്റ്റിലേക്ക് പോയി, കണ്ടോ, ഇങ്ങോട്ട് ഈസ്റ്റിലോട്ട് പോയി. എത്രയാണ്? ഇൻ 10 സെക്കൻഡ്, 10 സെക്കൻഡിലുണ്ടാണെങ്കിൽ എൻ്റെ സ്പീഡ് എത്രയാണ്? 20 m/s. സോ 20 m/s. Then it takes 90 degree left turn. അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്തു? 90 ഡിഗ്രി ടേൺ ചെയ്തു. മൂവ്സ് സെയിം സ്പീഡ് എത്രയാണ്? 20 m/s ആണ്. സോ അങ്ങോട്ട് പോകുന്നുണ്ട് j ക്യാപ്പ് m/s ഫോർ സെയിം ടൈം 10 സെക്കൻഡ്. സോ ഇങ്ങോട്ടുള്ള സമയം എത്രയാണ്? 10 സെക്കൻഡ്. ഈ സമയം എത്രയാണ്? അതും 10 സെക്കൻഡ്. ഓക്കെ. Then find out change in velocity. Change in velocity പിടിക്കണം. Change in velocity which is equal to final velocity minus initial velocity. So change in velocity which is equal to final velocity minus initial velocity ആണ്. Final velocity നമുക്കറിയാം സർ, ഇതാണ് final velocity 20 j cap ആണ് final velocity minus initial velocity എത്രയാണ്? അത് 20 i cap ആണ്. സോ സിമ്പിളായിട്ട് നമ്മൾ പറയും ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. മനസ്സിലായോ? ഞാൻ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ പറയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു √20 പ്ലസ് -20 സ്ക്വയർ. സോ -20 സ്ക്വയർ എത്രയാണ്? 20 സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 20 പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. സോ ഇത്രയും എന്താണ്? m/s ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിൾ ആണ്. അടുത്തെന്താണ്? ആവറേജ് ആക്സിലറേഷൻ. സോ ആവറേജ് ആക്സിലറേഷൻ വെക്ടർ ഫോം എഴുതി വെക്കാം. ആക്സിലറേഷൻ്റെ ആവറേജ് വാല്യൂ which is equal to change in velocity divided by time ആണ്. ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം, ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടോട്ടൽ ടൈം ഫോർ ദാറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ആവശ്യമായ സമയമാണ് Δt എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കി ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എത്രയാണ്? 20 j cap minus 20 i cap ഡിവൈഡ് ബൈ Δt എത്രയാണ്? അതിനാവശ്യമായ സമയം.
ഇവിടെ 10 സെക്കൻഡ് ആവശ്യമുണ്ടായിരുന്നു, ഇവിടെയും 10 സെക്കൻഡ് ആവശ്യമുണ്ടായിരുന്നു. സോ ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ആവശ്യമായ സമയം എത്രയായിരുന്നു? 10 സെക്കൻഡ് പ്ലസ് 10 സെക്കൻഡ് 20 സെക്കൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ടൈം ഒരിക്കലും കുറയ്ക്കരുത്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ടൈം എന്ന് കുറച്ച് വെക്കാനല്ല പറയണത്. എന്താണ് പറയണത്? ഇവിടെയാണെങ്കിൽ ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ആവശ്യമായ സമയം എന്നാണ്. സോ ചേഞ്ച് ഇൻ ടൈമിൻ്റെ മീനിങ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി, ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ സമയം. ഇവിടെയാണെങ്കിൽ എന്തായിരുന്നു? 10 സെക്കൻഡ്. ഇവിടെ എത്രയായിരുന്നു? 10 സെക്കൻഡ്. സോ ആകെ എത്രയായിരുന്നു? 20 സെക്കൻഡ്. മനസ്സിലായോ? സോ നമുക്ക് വേണമെങ്കിൽ 20 കോമൺ എടുക്കാം. 20 കോമൺ എടുക്കുമ്പോൾ ജെ ക്യാപ് മൈനസ് ഐ ക്യാപ് എന്ന് വരും. ഈ 20യും 20 എന്ത് ചെയ്ത് ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ആൻസർ കിട്ടും ജെ ക്യാപ് മൈനസ് ഐ ക്യാപ്. ഇനി എൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിലോ? മാഗ്നിറ്റ്യൂഡ് മാത്രം വേണമെങ്കിൽ, ആവറേജ് ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം വേണമെങ്കിൽ റൂട്ട് ഓഫ് ഇത് 1ൻ്റെ സ്ക്വയർ ആണ്. 1ൻ്റെ സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? ആൻസർ √2 എന്ന് കിട്ടും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലേഷൻ അല്ലേ? സോ വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ വേരി വിത്ത് ടൈം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2t സ്ക്വയർ ആൻഡ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 3t. കുഞ്ഞുങ്ങളെ എന്താ പറഞ്ഞേക്കുന്നത്? ആ ഒരു പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ അതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതാൻ അറിയാമല്ലോ. എങ്ങനെ എഴുതാം? പൊസിഷൻ വെക്ടർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയും എക്സ് കോർഡിനേറ്റിന് പകരം ഐ ക്യാപ്പ് എന്ന് പറയണം. സോ 2t സ്ക്വയർ ഐ ക്യാപ്പ്. ഇത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞു തന്നെയാണ്. പ്ലസ് അടുത്ത പറഞ്ഞു തന്നേ 2t ജെ ക്യാപ്പ്. കണ്ടോ? അത്ര എന്താണ്? 3 മീറ്ററാണ്. സോ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് ഈ ഫോമാറ്റിൽ എഴുതാൻ അറിയാം. കണ്ടോ? എക്സ് കോർഡിനേറ്റ് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, വൈ കോർഡിനേറ്റ് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഔട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സോ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പറഞ്ഞേ. നിങ്ങൾ പറയും സർ dr ഡിവൈഡ് ബൈ dt ആണ്. പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു, സോ 2 × 2 4. 2 ന്ന് 1 കുറച്ച് പറഞ്ഞേ, ഈ 2 ൽ 1 കൂടെ കുറച്ച് പറഞ്ഞേ, t എന്ന് കിട്ടും. കണ്ടോ? അപ്പം ടിൻ്റെ സ്ക്വയർ ആണ്, ആ സ്ക്വയർ 1 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. സോ t മാത്രമാവും. അത് തന്നെ ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ്. ടി ഉണ്ടോ? ആ ടി എന്ത് ചെയ്യും? പോവും. കാര്യം എന്താണ്? 1 - 1 0 ആണ്. സോ പറഞ്ഞതാണ്, ഡിഫറൻഷ്യേറ്റ് എല്ലാവർക്കും അറിയാം. സോ 4t ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ്. എത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എത്ര സെക്കൻഡാണ്? 1 സെക്കൻഡ് പിടിക്കണം. സോ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 ഇട്ട് കൊടുക്കേ, നിങ്ങൾക്ക് കിട്ടും 4 ഐ ക്യാപ്പ്. ഇവിടെ 1 ഇട്ട് കൊടുക്കുക ഒന്നും തന്നെ ഇല്ല, പ്ലസ് 2 ജെ ക്യാപ്പ്. നോക്കി, ഇത് കണ്ടും ഡയറക്ഷൻ പറയാൻ അറിയാം. എങ്ങനെ പറയാനറിയാം? ഡയറക്ഷനാണ് പറയണേ. നമുക്ക് വരച്ച് നോക്കാം. 4 ഐ ക്യാപ്പ് ഇങ്ങനെ വരും, 4 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് ഇങ്ങനെ വരും, പ്ലസ് അല്ലേ? ആണ്, പ്ലസ് 2 ജെ ക്യാപ്പ് ഇങ്ങനെ വരും. സോ ആംഗിൾ പറയുമ്പോൾ ഇതാണ് 4 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ്. ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 4. നമുക്ക് ആ വാല്യൂ കിട്ടും. കേട്ടോ? തീറ്റയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡയറക്ഷൻ ചോദിച്ചാൽ കൂടി നമുക്ക് ചെയ്യാൻ അറിയാം. ഇനി മാഗ്നിറ്റ്യൂഡാണ് വേണ്ടുന്നത്. മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി പിടിക്കണം. എന്ത് ചെയ്യണം? ഇതിനകത്താണെങ്കിൽ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് പിടിക്കണം. എത്രയാണ്? 4ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനി ആക്സലറേഷൻ വേണം. ആക്സലറേഷൻ വേണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെലോസിറ്റി ഈ ഇൻസ്റ്റൻറ്റിൽ ഇട്ട് കൊടുത്താൽ, ഒന്നാമത്തെ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി ഇക്വേഷൻ കിട്ടിയില്ലോ, ഒന്നാമത്തെ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി വാല്യൂ കിട്ടി, അതിനകത്ത് ഒരിക്കലും എന്ത് ചെയ്തില്ല? ആക്സലറേഷൻ കണ്ടുപിടിക്കരുത്. ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷനിലാണ് ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടത്. കുട്ടികൾ പലതവണ തെറ്റിക്കുന്നതാണ്. എന്ത് ചെയ്യും? ആ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? a which is equal to velocity divided by time. ഏതാ വെലോസിറ്റി? ഈ വെലോസിറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഈ വെലോസിറ്റി കൊടുക്കും, ഡിവൈഡ് ബൈ ടൈം 1 ഇട്ട് കൊടുക്കും. ഇല്ല 1 സെക്കൻഡിൽ പറഞ്ഞേക്കുന്നത് ഇട്ട് കൊടുക്കും. തെറ്റായ ആൻസർ കിട്ടും. മനസ്സിലായോ? സോ എപ്പോഴും മനസ്സിലാക്കുക, വെലോസിറ്റിയുടെ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്.
എവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡ് വെലോസിറ്റി കിട്ടും, 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് വെലോസിറ്റി കിട്ടും. അത് ജനറൽ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നിന്നാണ് ആരെ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷനെ കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ ഇവിടെ നല്ല കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ജനറൽ ഇക്വേഷൻ എടുക്കാവൂ. സോ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെടുത്തേ പറയുന്നു 4t i cap. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞേ 4t i cap. സോ 4 അതുപോലെ എഴുതി, ടീൻ്റെ പവർ 1 ആണ്. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇപ്പോൾ 4 തന്നെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ടീൻ്റെ പവർ എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ച് പറയണം, t⁻0 കിട്ടും. സോ നമുക്ക് അതിന് കിട്ടും t എല്ലാം പോവും, നമുക്ക് കിട്ടും 4i cap എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി പ്ലസ് ജെ ക്യാപ്. ഇവിടെ ടി വല്ലതും ഉണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റ് അല്ലേ? ആണ്. സോ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൻസർ എത്ര വരും? 0 വരും. സോ നമുക്ക് കിട്ടും 4i cap. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നോക്ക്, ഇവിടെ ആക്സിലറേഷൻ ഇവിടെ ആരില്ല, ടൈം ഇല്ല. അതിന്റെ മീനിങ് എന്താണ്? ആക്സിലറേഷൻ യൂണിഫോം ആണ്. ആക്സിലറേഷൻ യൂണിഫോം ആണെന്ന് ഇവിടെ തന്നെ മനസ്സിലാവും. ഇത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഇക്വേഷനിൽ ടിയുടെ ഏറ്റവും വലിയ പവർ 2 വന്നു കഴിഞ്ഞാൽ അത് എന്ത് മോഷനാണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ്റെ കൂടെ എന്ത് കാണത്തില്ല? ടൈം കാണത്തില്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കളയരുത്. അതെല്ലാം എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ കാണുന്നതോടെ നിങ്ങൾ പറയണം, ആ ഇങ്ങനെയാണ് വന്നത്, ഈ കാര്യം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറയണം. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് വീണ്ടും പഠിക്കാൻ പറ്റും, ആ റീകോൾ ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റൊക്കെ പല രീതിയിൽ നമുക്ക് പല പ്രോബ്ലങ്ങളും സഹായിക്കും. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ സിമ്പിളായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. NCERTയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ ഒന്നും നീറ്റ് എക്സാമിന് വരത്തില്ല. ഇത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ t=0 വിത്ത് എ വെലോസിറ്റി 5i cap meter per second moves in xy plane under action of a force which produces a constant acceleration 3i cap plus 2j cap meter per second square. A ആണ്, what is the y coordinate of the particle at the instant its x coordinate is 84 meter. B part ആണ്, what is the speed of the particle at this time. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത് എങ്ങനെയാണ്? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തരും, അതിൽ നിന്ന് വെക്ടർ ഫോർമാറ്റിലേക്ക് മാറ്റി കണക്ക് ചെയ്തു. ഇവിടെയാണെങ്കിൽ നേരിട്ട് വെക്ടർ ഫോർമാറ്റ് തരികയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. കണ്ടോ, വെക്ടർ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിലെയും കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും കോമൺ ആയിട്ടിരിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞു രണ്ടും ഇൻഡിപെൻഡൻറ്റ് മോഷനാണ്. എക്സ് കോർഡിനേറ്റ് വേറെ, വൈ കോർഡിനേറ്റിലെ മോഷൻ വേറെ, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആളെ പറ്റി നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. റിവറിൻ്റെ പ്രോബ്ലം പഠിച്ചായിരുന്നു. റിവറിൻ്റെ പ്രോബ്ലത്തിൽ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ വിഡ്ത്ത് കണ്ടോ, ഹൊറിസോണൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം വേണമോ അത്രയും സമയം തന്നെ വേണം ഹൊറിസോണൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. എക്സ് കോർഡിനേറ്റ് കവർ ചെയ്യാൻ എന്തുമാത്രം ഡിസ്റ്റൻസ് വേണമോ അല്ലെങ്കിൽ എന്തുമാത്രം സമയം വേണമോ അത്രയും സമയം തന്നെ വേണം വൈ കോർഡിനേറ്റ് കവർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ടൈമാണ് കോമൺ. കണ്ടോ, മോഷൻ ഇൻ എ പ്ലെയിനിൽ ഏത് കണക്ക് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാക്കണം, സമയം കോമൺ ആണ്. എക്സ് ആക്സിലെ സമയം തന്നെയായിരിക്കും വൈ ആക്സിലെ സമയവും. മനസ്സിലായോ? എക്സ് ആക്സിൽ മൂവ്മെൻറ്റ് നടന്നു, അതിനോടൊപ്പമാണ് വൈ ആക്സിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. സോ എക്സ് ആക്സിലെ സമയവും വൈ ആക്സിലെ സമയവും ഈക്വൽ ആയിരിക്കും മോഷൻ ഇൻ എ പ്ലെയിനിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കേസിലും ഒരുപോലെ ആയിരിക്കും, സമയം ഒരുപോലെ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞുതരാം. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതെന്താണ്? ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഐ ക്യാപ്പിലാണ്. സോ എക്സ് ആക്സിൻ്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. എക്സ് ആക്സിലെ മോഷനെ പറ്റി നമുക്ക് ആദ്യം പറയാം. സോ നമ്മളിവിടെ എക്സ് ആക്സിലെ മോഷനെ പറ്റി മാത്രമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ എക്സ് ആക്സിലെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ആണോ, ഇനിഷ്യൽ t=0 എന്ന് പറയണം. ഇനിഷ്യൽ എന്ന് പറയണം. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? അത് u ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5i cap. അത് എക്സ് ആക്സിനെ സൂചിപ്പിക്കുന്നു. സോ എക്സ് ആക്സിൽ മാത്രമേ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ളൂ. എത്രയാണ് ഇനിഷ്യൽ വെലോസിറ്റി? വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറയും 5 മീറ്റർ പെർ സെക്കൻഡ്. ഉണ്ടോ? അത് എക്സ് വൈ പ്ലെയിനിൽ മൂവ് ചെയ്യുകയാണ് ഒരു ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെയെങ്കിൽ അതിന് ആക്സലേഷൻ ഉണ്ടായി. അതിന് ആക്സലേഷൻ എങ്ങനെയാണ്? എക്സ് ആക്സിനും ആക്സലേഷൻ ഉണ്ട്, വൈ ആക്സിലും ആക്സലേഷൻ ഉണ്ട്. സോ ആക്സലേഷൻ നമുക്ക് എക്സ് ആക്സിൽ മാത്രം പറഞ്ഞാൽ മതി. എത്രയാണ്? 3 മീറ്റർ പെർ
സെക്കൻഡ് സ്ക്വയർ. ഉണ്ടോ? വാട്ട് ഈസ് ദ y കോർഡിനേറ്റ്? y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദറ്റ് ഇൻസ്റ്റന്റ്. ആ ഇൻസ്റ്റന്റിൽ, ഏത് ഇൻസ്റ്റന്റിൽ? വേർ x കോർഡിനേറ്റ് ഈസ് 84 മീറ്റർ. സോ x കോർഡിനേറ്റ് ഡിസ്പ്ലേസ് തന്നിട്ടുണ്ട്. എത്രയാണ്? x വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ s വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് s എന്ന് പറയാം, s വിച്ച് ഈസ് ഈക്വൽ ടു 84 മീറ്റർ തന്നിട്ടുണ്ട്. സോ ആ സമയം എത്ര കണ്ടുപിടിക്കണം? മനസ്സിലായോ? ഏത് സമയത്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്? ആ സമയത്തുള്ള y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം ആണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഈ എക്സ് ആക്സിൽ വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഏത് സമയത്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് കണ്ടുപിടിക്കണം. ആ സമയത്തുള്ള ആരെ കണ്ടുപിടിക്കണം? y ആക്സിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നമുക്ക് ഏകദേശം ഉപയോഗിക്കാം. എസ് വിച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നിക്കേഷൻ ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാം. എസിൻ്റെ വാല്യൂ എത്രയാണ്? 84. വിച്ച് ഈസ് ഈക്വൽ യുവിൻ്റെ വാല്യൂ എത്രയാണ്? 5. ടി പ്ലസ് ഹാഫ് എ എത്രയാണ്? 3 ആണ്. ടി സ്ക്വയർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ഇവിടെയാണെങ്കിൽ ഒരു ഹാഫ് കിടപ്പുണ്ട്. നമുക്ക് ഹാഫിനെ അവോയ്ഡ് ചെയ്യാം. ഈ ഇക്വേഷൻ ഒട്ടാകെ എന്ത് ചെയ്യാം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എങ്ങനെ വരും? ആൻസർ എങ്ങനെ വരും? ഇത് 168 വരും. ശരിയല്ലേ? 80യുടെ ഇരട്ടി എത്രയാണ്? 160 ആണ്. സോ 80യുടെ ഇരട്ടി 160 ആവും. പിന്നെ 4ൻ്റെ ഇരട്ടി 8 ആവും. സോ 168 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. അപ്പം അതിന് ഇരട്ടി എന്നാൽ 10 ആവും. 10t എന്ന് വരും. എല്ലാം കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ ഹാഫും വെട്ടിപ്പോവും. സോ നമുക്ക് കിട്ടും പ്ലസ് 3t സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണോ? ഇവിടെ കൊണ്ടുവരാം. 3t സ്ക്വയർ പ്ലസ് 10t മൈനസ് 168 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്യാം അല്ലേ? ഏത് ഇക്വേഷനാണ്? മൈനസ് ബി. ഇപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇക്വേഷൻ കൊടുക്കാം. മൈനസ് ബി മൈനസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു എ 3 12 ഇൻറ്റു എ സി എത്രയാണ്? മൈനസ് 168. ദ ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ 6. 2 ഇൻറ്റു എത്ര? എ 3 ആണ്. സോ 2 ഇൻറ്റു 3 6 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10ൻ്റെ സ്ക്വയർ 100. ഇത് പ്ലസ് വരും. $2006 എന്ന് വരും. 16 എന്ന് വരും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2116. എത്രയാണ്? 46ൻ്റെ റൂട്ടാണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് ഓർ മൈനസ് 46 ഡിവൈഡ് ബൈ 6. ഇവിടെയാണെങ്കിൽ നമുക്ക് മൈനസ് എടുക്കാൻ കഴിയത്തില്ല. അതിന് ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈം ഒരിക്കലും മൈനസ് ആവത്തില്ല. സോ പ്ലസിലേക്ക് കൊണ്ടുവരണം. സോ പ്ലസിനെ മാത്രം എടുക്കാൻ കഴിയത്തുള്ളൂ. 46 പ്ലസ് മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 36. 36 ഡിവൈഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 6 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? 6 സെക്കൻഡ്. സോ ടൈമിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്ത്? ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ബേസിക് കാൽക്കുലേഷനാണ്, ഒന്നുമില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത്? ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ ടൈം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടൈം 6 സെക്കൻഡ് സമയം കിട്ടി. അപ്പോൾ ഇത്രയും തന്നിരിക്കുന്നത് എന്താണ്? 6 സെക്കൻഡിന് വേണ്ടിയാണ് ഇത്രയും തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ച് എക്സ് ആക്സിൻ്റെ കാര്യം പറഞ്ഞ കണക്കിന് വൈ ആക്സിൻ്റെ കാര്യം പറയാം. വൈ ആക്സിൻ്റെ സമയം എത്രയാണ്? കണ്ടുപിടിച്ച് കഴിഞ്ഞു അത് 6 സെക്കൻഡ് ആണ്. സോ നമുക്കിനി വൈ ആക്സിൻ്റെ കാര്യം പറയാം. നമ്മളിനി വൈ ആക്സിൻ്റെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. സോ ടൈമിൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ആ കാര്യം കഴിഞ്ഞു. സോ ടൈം വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം 6 സെക്കൻഡ്. നമ്മൾ വൈ ആക്സിൻ്റെ കാര്യം പറയാൻ പോവുകയാണ്. വൈ ആക്സിൽ കാര്യം പറയാൻ പോവുകയാണ്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ഇനിഷ്യൽ വെലോസിറ്റി വാല്യൂ എത്രയാണ്? 0 ആണ്. ഉണ്ടായത് നമ്മൾ പറഞ്ഞേനെ പ്ലസ് 3 അല്ലെങ്കിൽ 4 ജെ ക്യാബ് എന്ന് പറഞ്ഞേനെ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി വൈ ആക്സിൽ ഇല്ല. ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ എത്രയാണ്? അത് 20 ആണ്. സോറി 20 അല്ല, 2 ആണ്. 2.0. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈമുണ്ട്. നമുക്ക് അത് ആരെ കണ്ടുപിടിക്കണം?
ഡിസ്പ്ലേസ്മെൻറ്റ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ പിടിക്കും? നമുക്കറിയാം എസ് വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ ഈ ടേം ഫുൾ 0 ആയിപ്പോയി. ഹാഫ് ഇൻറ്റു എ എത്രയാണ്? 2 ആണ്. ഹാഫ് ഇൻറ്റു എ ശരിയല്ലേ? എ എത്രയാണ്? 2 ആണ്. ടി സ്ക്വയർ ടി എത്രയാണ്? 6 ആണ്. 6ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 36 എന്ന് കിട്ടും. കാര്യം ഈ 2 2 ക്യാൻസലായി. 6ൻ്റെ സ്ക്വയർ 36 എത്രയാണ്? മീറ്റർ എന്ന് കിട്ടും. സോ സിമ്പിളായിട്ട് നമുക്ക് എ പാർട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഈ ബോഡി ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? എക്സ് ആക്സിൽ 84 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ വൈ ആക്സിൽ എത്ര മീറ്റർ ആയിരിക്കും ആ സമയത്ത് ട്രാവൽ ചെയ്യുന്നത്? 36 മീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആര്? ടൈം. ഇതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുത്തെന്താണ്? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദിസ് ടൈം? ഈ സമയത്തെ സ്പീഡ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യമേ വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ നമുക്കാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്നുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 5 ഐ ക്യാപ് മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആക്സലറേഷൻ വാല്യൂ ഉണ്ട്, തന്നിട്ടുണ്ട് 3 ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ്, അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നമുക്ക് ടൈമിൻ്റെ വാല്യൂ അറിയാം 6 സെക്കൻഡ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്രയാണ്? 5 ഐ ക്യാപ്. കണ്ടോ? പ്ലസ് എ എത്രയാണ്? എൻ്റെ വാല്യൂ കണ്ടു കിടക്കുന്നു 3 ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ്. ടി എത്രയാണ്? 6 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഐ ക്യാപ് പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ 18 ഐ ക്യാപ്, ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 12 ജെ ക്യാപ്. മനസ്സിലാവുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു 18 പ്ലസ് 5 എത്ര വരും? 23 എന്ന് വരും. സോ 23 ഐ ക്യാപ് പ്ലസ് 12 ജെ ക്യാപ്. സോ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. നമുക്ക് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് പിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് 23യുടെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് ആക്സിൽ ഒരു കോർഡിനേറ്റ് തന്നു. അങ്ങനെയെങ്കിൽ ആ സമയത്തെ വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സോ ആ സമയം കണ്ടുപിടിക്കണം. ആദ്യമേ എന്ത് ചെയ്യണം? അത് വൈ ആക്സിൽ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു മോഷനെ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 1 ഡയമെൻഷൻ കൂടി ചേരുമ്പോഴാണ് 2 ഡയമെൻഷൻ ഉണ്ടാവുന്നത്. സോ 1 ഡയമെൻഷനകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ പണ്ട് പഠിച്ച ഇക്വേഷൻ 1 ഡയമെൻഷൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ഡയമെൻഷൻ നിങ്ങൾ പണ്ട് പഠിച്ച ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടിയുടെ വാല്യൂ കിട്ടും. ആ ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? മറ്റേ വൈ ആക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ വെലോസിറ്റി പിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? വി വിച്ച് ഈസ് യു പ്ലസ് എ ടി. എല്ലാത്തിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വെക്ടർ ഫോമാറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോമാറ്റ് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. വെക്ടർ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ കഴിയും. സോ യുവിന് പകരം 5 ഐ ക്യാപ് എന്ന് പറയാൻ കഴിയും. പ്ലസ് എക്ക് പകരം ഈ വെക്ടർ ഫുള്ളായിട്ട് എഴുതാൻ കഴിയും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ സംഖ്യകളെ ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നതും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? ഐ ക്യാപ്പിനെ കൂട്ടി വെക്കാൻ കഴിയും. കാര്യം എന്താണ്? അത് രണ്ടും സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? അവയെ ആഡ് ചെയ്യാൻ കഴിയും. ഒരിക്കലും ഞാൻ ഈ 23യും ഈ 12ഉം നമ്മൾ ആഡ് ചെയ്യത്തില്ല. അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്ടർ രീതിയിൽ ആഡ് ചെയ്യത്തുള്ളൂ. സോ ഐ ക്യാപ്പിനെയും ജെ ക്യാപ്പിനെയും നമ്മൾ ആഡ് ചെയ്യുന്നത് വെക്ടർ ഫോർമാറ്റിൽ ആഡ് ചെയ്യും. പക്ഷേ ആണെങ്കിൽ ഐ ക്യാപ്പിനെ കണ്ടാൽ എന്ത് ചെയ്യും? നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ കഴിയും. കാര്യം സെയിം ഡയറക്ഷനാണ്. മനസ്സിലായോ? സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ ആണോ? സോ ഈ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ, അതായത് മോഷൻ ഇൻ എ പ്ലെയിൻ്റെ വളരെ ബേസിക് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തുടർന്നുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം ബേസിക് കാര്യങ്ങൾ സ്ട്രോങ് കോൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കണം. ഈ കോൺസെപ്റ്റ് നിങ്ങളെ തറവായിരിക്കണം. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനും നിർത്തി അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ കാരണം ഇതിന് വേണ്ടിയിട്ടാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ കോൺസെപ്റ്റൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ്റെ കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.